ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിരപ്പള്ളിയിൽ ഒരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. തൊട്ടടുത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷെ അതൊരു ദുരന്ത കഥയാണെന്ന് മാത്രം. ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷം എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് എൻ്റെ കൈക്ക് ഒരു സർജറി നടന്നിരുന്നു. അപ്പോൾ അത് കറക്റ്റ് എൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു എനിക്ക് സർജറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ അതൊക്കെ ഒന്ന് മറന്ന് ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മൾ മുൻപ് അതിരപ്പള്ളി വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ വീഡിയോ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തായാലും കുറേ ആയി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇതങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയതാണ്. നമ്മൾ ആദ്യം ടിക്കറ്റ് എടുത്തതിന് ശേഷം വാഴാച്ചാൽ കാണാനായിട്ടാണ് വന്നത്. മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് അധികം വെള്ളമില്ലെങ്കിലും കാണാൻ രസമുണ്ടായിരുന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു വൺ ഡേ ട്രിപ്പൊക്കെ വന്ന് കാടൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റൂട്ടാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിലേക്ക് എത്തി. ഇവിടെയും വെള്ളമൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ താഴേക്കൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ടതേ ഉള്ളൂ. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ തിരക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ വാഴാച്ചാലിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവിടെ കുറച്ചും കൂടെ ആളുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ നമുക്ക് 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ബ്ലൂ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ റൂം എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം കേട്ടോ. എനിക്കതാ തോന്നിയത്. നല്ല വലുപ്പമുണ്ടായിരുന്നു റൂമിന്. അതുപോലെ ബാൽക്കണിയും ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു റൂമും സർവീസും ഒക്കെ തന്നെയായിരുന്നു. നമുക്ക് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ തൊട്ട് ബാക്കിൽ പുഴ കാണാം. അപ്പം നമ്മൾ വൈകിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പുഴയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ അസ്തമയമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ റിസോർട്ടുകൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഇവിടെ റിസോർട്ടിലൊക്കെ താമസിക്കുന്നവർ, ഫാമിലി ആയിട്ട് വന്നവരൊക്കെ ഇവിടെ ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷേ പുഴയിൽ ഇറങ്ങിയില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പൂളിൽ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് ഇറങ്ങിയില്ല. ജസ്റ്റ് അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് തിരിച്ച് കയറുകയാണ് ഉണ്ടായത്. നമ്മളൊരു 6:30 ആയപ്പോൾ പൂളിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കയറിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് തിരിച്ച് റൂമിലേക്ക് പോയത്. റൂമിലെത്തിയിട്ട് ഫ്രഷ് ആയിട്ട് ഏട്ടൻ എന്താ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കാറിന് എന്തോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോയത്. തിരിച്ച് വന്നപ്പോൾ എനിക്ക് ഈ ഒരു ബോക്സും കൊണ്ടാണ് വന്നത്. ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടോ. കാരണം ഏട്ടൻ അങ്ങനെ സർപ്രൈസായിട്ട് ഗിഫ്റ്റൊന്നും തരുന്ന ഒരാളല്ല. പൊതുവേ ബുക്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും തരികയാണ് പതിവ്. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും വാങ്ങിത്തരും. അതല്ലാതെ ഇങ്ങനെ ഒരു സർപ്രൈസൊക്കെ ചെയ്യാന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഏട്ടനറിയുന്ന ആൾ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തതും. അവരിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ അവർക്ക് പേജൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ ഹാമ്പേഴ്സും ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തായാലും ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് നേരെ തൃശ്ശൂരുള്ള ഇപ്പോൾ അടുത്ത് ഓപ്പൺ ആയിട്ടുള്ള സുവോളജിക്കൽ പാർക്കിലേക്കാണ് പോയത്. ഇത് നമ്മുടെ പ്ലാനിൽ ആക്ച്വലി ഉണ്ടായിരുന്നതല്ല. നമ്മൾ എവിടെയും പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റേ എടുത്ത് പിറ്റേ ദിവസം വീട്ടിലേക്ക് വരാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് എന്നാൽ ഇവിടെയും കൂടെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇവിടെ നമുക്ക് ബസ് സർവീസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ബസ്സും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ ഓരോ പോയിന്റിൽ ചെന്ന് അവിടെ കാണിക്കാനായിട്ട് നമ്മളെ ഇറക്കിത്തരും. അതുപോലെ തന്നെ അവിടെ നിന്ന് ബസ് കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെയാണ്. നമ്മൾ പക്ഷേ ഒരു ആവേശത്തിന് ബസ് വേണ്ടാന്നൊക്കെ പറഞ്ഞ് നടക്കാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ നമ്മൾ പോയതും രാവിലെ ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു. പിന്നെ ആകെ മൊത്തത്തിലൊരു നിരാശയായിരുന്നു. സംഭവം ഇവിടെ അധികം മൃഗങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. അധികം ജീവികളൊന്നും അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. നമുക്ക് ആയി വരുന്നേ ഉള്ളൂ. എല്ലാവരും ഒരുപാട്
ഏരിയ ഉണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മൾ പോയ സ്ഥിതിക്ക് നടക്കാതെ വേറെ രക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറേ നടന്ന് എല്ലാം കണ്ടു. ഓരോ സ്ഥലത്തും നമുക്കിതുപോലെ ഇരിക്കാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും ഫുഡ് കോർട്ടുകളും നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസും അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിരുന്നു. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. സ്ഥലങ്ങളും നല്ല രസമാണ്. പക്ഷേ എപ്പോഴും വൈകിട്ട് അല്ലെങ്കിൽ കുറച്ച് തണലുള്ള ടൈമിൽ വന്നാലാണ് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര വെയിലായിരുന്നു നമ്മൾ പോയപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങണമല്ലോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ഗാർഡൻ്റെ അടുത്ത് ഇനി എങ്ങനെ തിരിച്ച് പോകാമെന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ വന്ന വഴിയൊക്കെ തന്നെ തിരിച്ച് നടക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് ബസ്സുണ്ട്, ബസ് കയറി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ അത് കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് നമ്മുടെ കൂടെ കുറേ പേരൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ആ ബസ്സിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ അതെന്താ സംഭവം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം അപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി വന്നവർക്ക് എന്താ അതിലൊരു ലാഭം എന്ന് ചോദിച്ചാൽ അതറിയില്ല. കാരണം ഈ നടന്നിങ്ങോട്ട് വന്നവരൊക്കെ തിരിച്ച് ബസ്സിൽ തന്നെയാണ് പോകുന്നത്. ആ ബസ്സിൽ ഭയങ്കര തിരക്കുമാണ്. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. എന്താ സംഭവം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ എന്തായാലും അവിടുന്ന് തിരിച്ചിറങ്ങി പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.